കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യം 14-ാം അധ്യായം അതിൽ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണ വഴികളത്രേ. ഞാനൊരു സ്റ്റോറി വായിച്ചിട്ടുണ്ട്, അത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ. ഇത് വളരെ നല്ല രസകരമായ സൗത്ത് അമേരിക്കയിലെ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ഒരു പാമ്പ്. ആ പാമ്പിൻ്റെ പേര് ബോവ കൺസ്ട്രിക്റ്റർ എന്നാണ്. വലിയൊരു പെരുമ്പാമ്പാണ്, വിഷമൊന്നുമില്ല, വളരെ വലുതാവും, വളരെ ഒത്തിരി കാലം ജീവിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു കുഞ്ഞൊരു മനുഷ്യന് കിട്ടി, ഒരു ചെറുപ്പക്കാരൻ. അവൻ അതിനെ പരിശീലിപ്പിച്ച് വലുതാക്കി. അങ്ങനെ ഇരിക്കെ ഒരു സർക്കസ് കമ്പനിയിൽ അവന് ജോലി കിട്ടി. കാരണം ഇതിനെ ടൈം ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ സർക്കസ് കമ്പനിയിൽ ജോലി കിട്ടി. സർക്കസിലാണ് കൂടാരങ്ങളിൽ ആൾക്കാർ ധാരാളം അടിച്ചു കയറി വരികയാണ്. കാരണം ഇത് ഗ്രഹം കാണാനാ, ഇതിൻ്റെതായ വികൃതികളെല്ലാം കാണാൻ വേണ്ടി. ഇത് നന്നായിട്ട് അയാൾ കൈകാര്യം ചെയ്യും, നന്നായി പ്ലേയിങ് വിത്ത് ദാറ്റ് സ്നേക്ക്. അത് നല്ല കഴിവാണ്. അപ്പം അതിങ്ങനെ മാറുകയും അത് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. എന്നാലും ഒരു ദിവസം ഒരു ഭയങ്കര സങ്കടകരമായ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടാണോ അതെന്താ, അതിനെന്തോ അന്വേഷണം വന്നു. അത് പ്ലേ ചെയ്ത് അവനെ വളർത്തിയെടുത്ത, ഇതുവരെ കൊണ്ടു നടന്ന അവനെ തന്നെ ചുറ്റി തിരിഞ്ഞ് അവനെ ക്രഷ് ചെയ്ത് കൊന്നിടാം. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, നാമും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് വരികയിലും പലപ്പോഴും നമ്മളോട് കൂടെ ചേർന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ചില പാപങ്ങളുണ്ട്. അത് നമ്മളെ ദൈവം നമ്മെ ഏത് രീതിയിൽ എത്തിക്കണം എന്നോ അതിന് തടസ്സമായി തീരുന്നതാണ്. തെറ്റായ ശീലങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്ന ഇവൻ സുവിശേഷകന്മാർ വരെ ഉണ്ട്. വളരെ അപകടകരമായ കാര്യങ്ങളാണ്. അത് ഒന്ന് ഞാൻ ഓർക്കുന്നത്, ഈ മർമറിങ് ആൻഡ് ഗ്രംബ്ലിങ് എന്നുള്ളത്. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ഉടനെ അപ്സെറ്റ് ആകുകയും, ഇത് എങ്ങനെ പരിഹരിക്കും, എന്തോ കഷ്ടമാണ്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സ്തോത്രം പറയുകയും ഒരുപാട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. അത് തൻ്റെ ആത്മീയ ജീവിതത്തിന് റിട്ടാർഡ് ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. രണ്ടാമത് വേറൊരു സംഗതിയുള്ളത് ടെസ്റ്റ് മണി ഷെയറിങ്. നമ്മുടേതായ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ചിലപ്പോൾ എക്സാഗറേറ്റ് ചെയ്യും, വളരെ കൂട്ടി പറയും, കുറേ പൊടിപ്പും തുന്നലുമായിട്ട് പറയും. അത് പിന്നെ കള്ളസാക്ഷ്യമായി. അത് നമ്മുടെ മനസ്സിനെ ഇല്ലായ്മ ചെയ്യും. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ പറയരുത്. റിയലായിട്ടുള്ള ജെന്യൂനായിട്ടുള്ള സാക്ഷ്യം, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ പറയാം. മറ്റൊരു കാര്യം, ഈ കാലഘട്ടത്തിലെ ഒരു പ്രത്യേക പ്രശ്നമാണ്, അതും ഒരു ശീലമായിട്ടുണ്ട് ആളുകൾ. നമ്മുടെ മൊബൈൽ ഫോൺസ്, അതിന് ഒരു സ്ക്രീനിങ്ങോ ഒരു നിബന്ധനയോ ഒന്നുമില്ലാതെ എപ്പോഴും കൊണ്ട് നടക്കുകയും എപ്പോഴും സമയം കിട്ടിയാൽ അത് നോക്കുകയും അതിനകത്തെ കണ്ടൻസ് ഒക്കെ ഇങ്ങനെ തലയ്ക്കകത്ത് മൈൻഡിൽ സെറ്റ് ചെയ്യാനായിട്ട് ഇടവരത്തക്ക രീതിയിൽ അതിനെ വല്ലാതെ ഉപയോഗിക്കുന്നു. ഒരു വിധത്തിലും അതിനൊരു നിയന്ത്രണമില്ല. വളരെ വളരെ കാരണം ഇന്ന് സാത്താനും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ഗാഡ്ജറ്റുകളാണ്. വളരെ അപകടകരമായ ഒന്നാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് ഇന്ന് അതിന് കൊടുക്കേണ്ട സമയം ഒരു പ്രത്യേക സമയമായിരിക്കണം, അത് മാറ്റി വെക്കണം. കാരണം ബൈബിള് വായിക്കേണ്ട സമയത്ത് ഫോൺ എടുക്കാനൊക്കത്തില്ല, പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഫോണും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും അത് ഓർക്കണം. ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മറ്റൊന്ന്, നാലാമത് വേറൊരു കാര്യം പറയുമ്പോൾ, ഈ സമൂഹത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ചില ആളുകൾ, വലിയ കുറേ ആളുകൾ നമ്മുടെ വീട്ടിലൊന്ന് വരികയാണ്, അല്ലെങ്കിൽ ഗസ്റ്റ് വീട്ടിൽ വരികയാണ്, അതിനൊന്ന് ഉൾക്കൊള്ളിക്കാനായിട്ട് വലിയ പാടാണ്. ഭയങ്കര സ്വാർത്ഥരാണ്. നമ്മൾ ഒരുപാട് ബൈബിളൊക്കെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ്. ഗസ്റ്റിനെ വാസ്തവത്തിൽ അതിഥി സൽക്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. പണ്ട് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ഒരു ബോർഡ് വരെ വച്ചിട്ടുണ്ട്, വിശക്കുന്നവർക്ക് വരാം, ഭക്ഷണമുണ്ട്, യു ആർ വെൽക്കം. കാരണം അങ്ങനെ ആതിഥ്യം നൽകുന്ന ഒരു അനുഭവമാണ് ക്രിസ്ത്യാനികൾ.
ദൈവമക്കളും അല്ലാത്തവരൊക്കെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യും. അത് ആളുകളെ കണ്ടാൽ അങ്ങനെയൊന്നും വന്നാൽ ഒരിക്കലും സന്തോഷിക്കാത്ത ചില ഭയങ്കര ഭക്തന്മാരായ ദൈവമക്കളും അപകടകരമാണ്. അതൊക്കെ ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് പൊക്കോളാം എന്ന് വിചാരിച്ചാൽ ഇതൊക്കെ നമ്മെ എന്തിനാണോ ദൈവം തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്നതോ അത് അങ്ങോട്ട് വിജയകരമായി പൂർത്തീകരിക്കാൻ തടസ്സങ്ങളാണ്. ഇത് നമ്മെ തടസ്സപ്പെടുത്തി നമുക്ക് വേണ്ടത്ര സന്തോഷവും ഒന്നും ഉണ്ടാകാതെ നമ്മൾ തകർന്നു പോകാൻ ഇടവരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ബോവ കൺസ്ട്രക്ടർ അതിനെ ഒന്ന് ഓർക്കുക. അങ്ങനെയുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുക. നല്ല ശീലങ്ങൾ ഉൾക്കൊള്ളിച്ച് സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം ഇടവരുത്തട്ടെ.